ബ്രിട്ടനിൽ പരക്കെ പ്രതിഷേധം. അതായത് അവിടെയുള്ള പാകിസ്ഥാൻ സിറ്റിസൺസും ഇല്ലീഗലായിട്ട് വന്ന പാകിസ്ഥാൻകാരും മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ നടത്തുന്ന ടാക്സി, അവരാണ് ഏറ്റവും കൂടുതൽ ബ്രിട്ടനിൽ ടാക്സി ഓടിക്കുന്നവർ. പിന്നീട് ചെറിയ ചെറിയ ഷോപ്പുകൾ, മീഡിയം ചെറിയ ഷോപ്പുകൾ, അതിൻ്റെ അകത്ത് വളരെയധികം ഇല്ലീഗലായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവർക്കൊന്നും ഇപ്പോൾ കാർഡ് പേയ്മെൻറ്റ് വേണ്ട, അവർ ക്യാഷ് മതി. ഇത് വലിയ വലിയ പരക്കെ പ്രതിഷേധം ഉണ്ടായേക്കുവാണ് ബ്രിട്ടനിൽ. കാരണം ഇവർ ഈ കുഴൽപ്പണത്തിൽ കൂടി ഇതിൽ കടത്താൻ, ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കണ്ട, ക്യാഷ് മേടിച്ച് ടാക്സ് കൊടുക്കണ്ട. രണ്ടാമത്തത്, ഇവർ ക്യാഷ് വാങ്ങിയിട്ട് ഇത് കടത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ്, അതായത് മണി ലോണ്ടറിങ്. ഇത് വലിയ ഇഷ്യൂ ആയ കാരണം ഈ ബ്രിട്ടീഷ് എക്കോണമിയെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലോട്ട് മാറി. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. പല ആൾക്കാരും, ലേബർ പാർട്ടിയുടെ എം പിമാരും കൺസർവേറ്റീവ് പാർട്ടി എം പിമാരും ഗവൺമെൻറ്റിനെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗവൺമെൻറ് പല രീതിയിലും പറയുന്നു കംപ്ലയിൻറ്റ് ചെയ്യാം, പക്ഷേ എത്രയൊന്നും പറഞ്ഞു ഒരു കംപ്ലയിൻറ്റ് ചെയ്യുന്നതിന് പരിധിയുണ്ട്. അതായത് ടാക്സി പോകുമ്പോൾ കൂടുതൽ നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രമേ അവർ കാർഡ് വാങ്ങുന്നുള്ളൂ. രണ്ടാമത്തെ, അവിടുത്തെ ഷോപ്പുകൾ, ചെറിയ ചെറിയ ഷോപ്പ് അല്ലാത്ത ഷോപ്പുകളിലൊക്കെ കൂടുതൽ ഇവർ ക്യാഷ് അങ്ങ് വാങ്ങുക. ഈ ബ്രിട്ടനിലൊരു ക്യാഷ് എക്കോണമി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രശ്നമെന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം ക്യാഷ് വാങ്ങിക്കഴിഞ്ഞാൽ ടാക്സ് എന്ന് പറയുന്ന സാധനം ഇല്ലാതാവും. അപ്പോൾ ഈ ടാക്സ് വെട്ടിക്കോ ഒന്ന്. രണ്ടാമത്, ഈ പണം എങ്ങനെയെങ്കിലും പാകിസ്ഥാനിലോട്ട് കടത്തുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. കാരണം പല ആളുകൾക്കും മനസ്സിലാകാൻ തുടങ്ങി അവിടെ ഇപ്പോഴുണ്ടാകുന്ന പൊളിറ്റിക്കൽ ടെർമോയിൽ, അതായത് ഭരിക്കുന്ന പാർട്ടിക്കെതിരെയും മറ്റു പലയിടത്തും ഈ സർവേകളൊക്കെ നടത്തുമ്പോൾ ചിലയിടത്തൊക്കെ 92% ലേബർ പാർട്ടി തോക്കുമെന്ന് പറയുന്നത്. ആ രീതിയിലാണ് സംഭവങ്ങൾ പോകുന്നത്. കാരണം ഈ ലേബർ പാർട്ടിയുടെ കയ്യിലും കീസ്റ്റാമിൻ്റെ കയ്യിലും അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം നിൽക്കുന്നില്ല. ഓരോ ഇഷ്യൂ ഓരോന്നായിട്ട് വരികയാണ്. അത് സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു UK. അത് 1% GDP കാണിക്കുന്നത്. 1% GDP തന്നെ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം പതറ്റിക്കാണ് സിറ്റുവേഷൻ. ഒരു 2 to 3% ആണെങ്കിൽ മാത്രമേ ഓക്കെ നൗ വി ക്യാൻ റൺ. അത് 3 to 4% ആണെങ്കിൽ മാത്രമേ ഗ്രോത്ത് കാണിക്കുന്നുള്ളൂ. അവിടെയാണ് ഇത്രമാത്രം ചെറിയ രീതിയിലുള്ള ടാക്സ് വെട്ടിക്കുന്നത് ഹ്യൂജ് ഒരു എമൗണ്ട് ആയിട്ടങ്ങ് മാറും. അത് ബ്രിട്ടീഷ് എക്കോണമിയെ കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഡീറെയിൽ ചെയ്തു. അങ്ങനെ ഡീറെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പല ഇന്ത്യക്കാരും മലയാളികളൊക്കെ അവിടെ ഉണ്ട്. ഒരു സാമ്പത്തിക ഭദ്രമായ ഒരു രാജ്യമാണ്. ആ രാജ്യം ഉണ്ടാക്കി വെച്ച ഗതികേട് മനസ്സിലാക്കണം. കാരണം ഡെലിബറേറ്റായിട്ട് ആ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി, കാരണം ഒരു ടാക്സും കൊടുക്കാതെ അത് മുന്നോട്ട് പോകും. അതിന് ക്യാഷ് പേയ്മെൻറ്റ് മാത്രമാക്കി. അപ്പോൾ പൂർണ്ണമായിട്ട് ഈ കാർഡ് പേയ്മെൻറ്റ് നടത്തുന്ന ആൾക്കാർ ക്യാഷ് കയ്യിൽ വരത്തില്ല. നോർമൽ രീതിയാണ്. ഇപ്പം UPA വന്ന ശേഷം എത്ര പേരാണ് ക്യാഷ് കൊടുക്കുന്നത്? നമ്മൾ ATM കാർഡ് പോലും ഉപയോഗിക്കുന്ന കുറഞ്ഞു പോയി. പല ATMനകത്ത് വളരെ കാലിയായിട്ട് കിടക്കും. അതിൻ്റെ അകത്തുനിന്ന് ആരും ക്യാഷ് പോലും ഫില്ല് ചെയ്യുക ആൾക്കാർക്ക് ആവശ്യമില്ല. അപ്പോൾ വെൽ അഡ്വാൻസ്ഡ് ആണ് UK സ്ഥിതി ഒന്ന് ആലോചിക്കുക. അവിടെ ഇപ്പോൾ ഇത്രമാത്രം ക്യാഷ് ഫ്ലോ വന്നു കഴിയുമ്പോൾ, ക്യാഷ് എക്കോണമി വന്നു കഴിയുമ്പം നോർമലായിട്ട് ആ എക്കോണമിയെ ബാധിക്കും. ഒന്നാമത് ആ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ റണ്ണിങ് എക്കോണമിയെ തന്നെ ഡീറെയിൽ ചെയ്യുന്ന സംഭവം ഇതേപോലെ പാകിസ്ഥാൻ കമ്മ്യൂണിറ്റിയും മറ്റുള്ള അറബ് രാജ്യത്ത് വന്ന് ഇല്ലീഗൽ ഇമിഗ്രൻസും അവിടുത്തെ സിറ്റിസൺസും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് വലിയ സംഭവമാണ്. കാരണം അതിനെ കൺട്രോൾ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇതിനെതിരെ പല വാർണിങ്ങും എല്ലാം കൊടുത്തിട്ട് ഒരു പരിപാടിയും നടക്കുന്നില്ല. ഇത് വളരെ സ്മൂത്തായിട്ട് അങ്ങ് പോവുകയാണ്. ഇങ്ങനെ വരുന്നൊരു സ്ഥിതിക്ക് ചിലപ്പോൾ കാരണം ഗവൺമെൻറ്റിൻ്റെ അകത്തുള്ളത് തന്നെ പറയാൻ തുടങ്ങി ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മാറ്റണം, ഇത് മാറ്റിയേ മതിയാവത്തോ, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതായത് ഏറ്റവും ഭൂരിപക്ഷത്തിൽ വന്ന കീർ സ്റ്റാമറിന് പോലും ഭയമായി എത്ര നാൾ അവിടെ പ്രൈം മിനിസ്റ്ററായിട്ട് ഭരിക്കാൻ പറ്റും. കാരണം ആ മിനിസ്ട്രിക്കകത്ത് തന്നെ അയാളുടെ ക്യാബിനറ്റ് കൊളീഗ്സിനകത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന MPമാർക്കെതിരെ അവർക്ക് പ്രശ്നമായി. ഓരോ ഇഷ്യൂ ഓരോന്ന് വരുന്നു, ഏറ്റവും മോശമായ എക്കോണമി ഫേസ് ചെയ്യുക. അതായത് ഇതെല്ലാം കൂടെ കൂടി വന്നു കഴിയുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ബ്രിട്ടന് റിസഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എക്കോണമി ഗ്രോ ചെയ്യുന്നില്ല, ഇൻവെസ്റ്റേഴ്സ് ഇല്ല, ജോബ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ബ്രെക്സിറ്റോടുകൂടി അവിടെയുള്ള എല്ലാ ആൾക്കാരും അവിടെ നിന്ന് പോയി. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഇതുകൂടെ വന്നു കഴിഞ്ഞാൽ സൂക്ഷിച്ച് കണ്ട് നോക്കുക, ബ്രിട്ടീഷ് എക്കോണമി തകരാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്.